The probability distribution of a discrete random variable x is given below. Find k, probability of x less than or equal to 2, probability of x less than 2, probability of 1 less than x less than or equal to 3. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. എക്സ് 0 1 2 3 ആൻഡ് എഫ് ഓഫ് എക്സ് 1/8, കെ 3/8 ആൻഡ് 2/8 അല്ലേ. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിൽ എക്സിൻ്റെ വാല്യൂസും PDF-കളും തന്നിരിക്കുന്നു. ഇവിടെ കെയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്കറിയാം ടോട്ടൽ PDF എപ്പോഴും 1 ആയിരിക്കും. ടോട്ടൽ PDF അല്ല, ഇവിടെ PMF അല്ലേ, ടോട്ടൽ PMF എപ്പോഴും 1 ആയിരിക്കും. അതായത് എക്സ് എടുക്കുന്ന എല്ലാ വാല്യൂസിലും നമ്മൾ എഫ് ഓഫ് എക്സിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എഫ് ഓഫ് എക്സിലൊക്കെ വരുന്ന കോൺസ്റ്റൻറ്റുകളെ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ 1/8 എല്ലാ PMF-കളും ആഡ് ചെയ്യുക. 1/8 പ്ലസ് കെ പ്ലസ് 3/8 പ്ലസ് 2/8 ഇവർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരണം? 1 വരണം. അപ്പോൾ ഈ നമ്പേഴ്സിനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. 1/8 പ്ലസ് 3/8 4/8 പ്ലസ് 2/8 ഇസ് 6/8. 6/8 പ്ലസ് കെ ഇസ് ഈക്വൽ ടു 1. Or what is k? K is equal to 1 minus 6/8, which is 8 minus 6/8, and the answer is 2/8. അപ്പോൾ നമ്മളിവിടെ കെയുടെ സ്ഥാനത്ത് ഞാൻ ആരെ എഴുതുന്നു? 2/8 എന്ന് എഴുതുന്നു. ഇതാണ് ഇപ്പോൾ നമ്മളുടെ പുതിയ PMF. ഇനി നമുക്ക് പ്രോബബിലിറ്റി കാണാം. അപ്പോൾ ആദ്യത്തെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതായത് എൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 2 അതിനെക്കാട്ടോ കുറവോ ആവണം, അതിനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 അതിനെക്കാട്ടോ കുറവോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എടുക്കാം? 0 ആവാം എക്സ്, അല്ലെങ്കിൽ എക്സ് 1 ആവാം, അല്ലെങ്കിൽ എക്സ് 2 ആവാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഉണ്ട്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് probability of x is equal to 0 plus probability of x is equal to 1 plus probability of x is equal to 2. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0? നമുക്കറിയാം വാട്ട് ഈസ് PMF. എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് വരികയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 അല്ലേ. വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 എഫ് ഓഫ് എക്സ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 1/8. എഫ് ഓഫ് 1 എന്താണ്? അത് 2/8 എന്ന് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് എഫ് ഓഫ് 2 എന്താണ്? ദാറ്റ് ഈസ് 3/8 അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 6/8 വരും. 1 + 2 3, 3 + 3 6, 6/8 അല്ലെങ്കിൽ 3/4 എന്ന് എഴുതാം. ദിസ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2? ദറ്റ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 2നെക്കാട്ടും കുറവാവുക. 2നെക്കാട്ടും കുറവാകുമ്പോൾ ഏതൊക്കെ വാല്യൂ എടുക്കാൻ പറ്റുക? എക്സ് ക്യാൻ ബി 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇവിടെ 2 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? നമ്മൾ അയാളുടെ PMF-കളെ ആഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കണ്ടില്ലേ? എഫ് ഓഫ് 0 ടു എഫ് ഓഫ് 1, ഇവിടെ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്താണ്? ദിറ്റ് ഈസ് 1/8 പ്ലസ് എഫ് ഓഫ് 1 ഇസ് 2/8. സോ ദ ആൻസർ ഇസ് 3/8. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സിൻ്റെ വാല്യൂ 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ കിടക്കണം. 1 എടുക്കുന്നില്ല, കണ്ടില്ലേ? 1 ലെസ് ദാൻ എക്സ് എന്നേ ഉള്ളൂ. അപ്പോൾ 1ൻ്റെയും 3ൻ്റെയും ഇടയിലാണ്, 3 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് എടുക്കാം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 അല്ലേ, വിച്ച് ഈസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 എന്ന് പറയാം. വട്ട് ഈസ് എഫ് ഓഫ് 2? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 3/8 ആണ്. ആൻഡ് എഫ് ഓഫ് 2 ഈസ് 2/8. സോ ദ ആൻസർ ഇസ് 5/8. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ കെ കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റീസൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റീനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഡെഫിനിഷൻ. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആൻഡ് ലെറ്റ്
probability of x less than or equal to capital X less than or equal to x plus dx is equal to f of x dx, then f of x is called the PDF of x if it satisfies the following condition: f of x is greater than or equal to 0 for every x, integral over x f of x dx is equal to 1. That is total PDF 1 ആണ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് അല്ലേ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ പ്രോബബിലിറ്റീനെ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിന് ഓരോ പോയിന്റിലുള്ള പ്രോബബിലിറ്റി, ഇപ്പോൾ 1 0 നിൽക്കും, അടുത്തത് 1 നിൽക്കാം, 2 നിൽക്കാം, അങ്ങനെ ഓരോ പോയിന്റുകളിൽ ഒരു സോളിഡ് പോലെയാണ് അത് ഓരോ പൊസിഷനിലും അങ്ങനെ നിൽക്കും. എന്നാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വരുമ്പോൾ അതൊരു ലിക്വിഡ് പോലെയാണ്, അത് ഒരു പോയിന്റിൽ നിൽക്കില്ല. ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സംതിങ്, എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, എക്സ് ഇസ് ഈക്വൽ ടു 3, എക്സ് ഇസ് ഈക്വൽ ടു 2, ആ പ്രോബബിലിറ്റി ഒക്കെ എപ്പോഴും എന്ത് ആയിരിക്കും? 0 ആയിരിക്കും ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അതിൻ്റെ അർത്ഥം ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഒരു പോയിന്റിലായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ അതൊരു ലിക്വിഡ് പോലെയാണ്. അപ്പോൾ അത് ലിക്വിഡിന് നിൽക്കാൻ ഒരു പാത്രം വേണം എന്ന പോലെ തന്നെ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് നിൽക്കണമെങ്കിൽ ഒരു ഇൻ്റർവെൽ വേണം. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ തന്നെ നിർത്താൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഇൻ്റർവെൽ ഉണ്ടാക്കി കൊടുത്തു, എക്സ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർവെൽ. അതായത് എക്സും എക്സിനൊരു ചെറിയൊരു ഇൻക്രിമെൻറ്റും കൊടുത്തു, എക്സിന് ഒരു ചെറിയൊരു പോയിന്റ് കൂട്ടി, അതിനെയാണ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ നമ്മളൊരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് എക്സിന് എഴുതിയത്. എക്സിൻ്റെ വാല്യൂ എക്സ് കോമ എക്സ് പ്ലസ് ഡി എക്സിൻ്റെ ഇടയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു. എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇൻക്രിമെൻറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എക്സിൽ നിൽക്കുന്ന പോലെ എഫക്റ്റ് തന്നെയാണ്, പക്ഷേ അയാൾക്ക് ഒരു പോയിന്റിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾക്ക് നമ്മളൊരു ഇൻ്റർവെൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമ്മൾ എഴുതി അല്ലേ. അങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ വരുന്ന എഫ് ഓഫ് എക്സ് ഉണ്ടല്ലോ, ആ എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലെങ്ത് ഉള്ളത് കൊണ്ടാണ് ആ ലെങ്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിന് മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ഡി എഫ്, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി എക്സ്. പിന്നെ ടോട്ടൽ പി ഡി എഫ് 1 ആയിരിക്കണം. അപ്പം പി എം എഫിൻ്റെ കേസിൽ നമ്മൾ സമ്മ് ചെയ്തെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ദ പി ഡി എഫ് ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഗിവൺ ബിലോ, ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻ ദ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 എൽസ്വെയർ. അതായത് നമ്മുടെ പി ഡി എഫ് എന്താണ്? എക്സിൻ്റെ വാല്യൂ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ വരുമ്പോൾ എന്താ വാല്യൂ? കെ എക്സ് ആണ്, ബാക്കി എല്ലാവിടെയും 0 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കെ കണ്ടുപിടിക്കുക, അതിനുശേഷം നമുക്ക് ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, അതേപോലെ തന്നെയാണ് മറ്റേത്. അപ്പം നമ്മൾ കെ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? ടോട്ടൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എക്സിൻ്റെ റേഞ്ച് എന്താണ്? 0 to 1. എഫ് ഓഫ് എക്സ് ഇസ് കെ എക്സ് ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു 1 ഓർ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? കെനെ പുറത്തേക്ക് വയ്ക്കാം. ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലേ. ഓർ കെ ഇൻറ്റു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എന്നുവെച്ചാൽ 2നെ എനിക്ക് പുറത്തേക്ക് വയ്ക്കാം. കെ ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയറിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓർ കെ ബൈ 2 ഇസ് ഈക്വൽ ടു 1, ദാറ്റ് മീൻസ് കെ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പി ഡി എഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2. അതായത് എൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 1/4-ൻ്റെയും 1/2-ൻ്റെയും ഇടയിൽ കിടക്കണം. അപ്പോൾ നമ്മൾ പി ഡി എഫ് എവിടെയാണ് ഉള്ളത്? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് അല്ലേ. എഫ് ഓഫ് എക്സ് എന്തുള്ളത്? 2x എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ 1/4 എന്ന് പറയുന്നതും 1/2 എന്ന് പറയുന്നതും എല്ലാം തന്നെ ഈ ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ അതേ പി ഡി എഫ് തന്നെയായിരിക്കും. 2x എന്ന് പറയുന്ന അതേ പി ഡി എഫ് ആണ് ഈ കംപ്ലീറ്റ് റേഞ്ചിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുടെ കേസിൽ ഇപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു പ്രോബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നെല്ലാം പറഞ്ഞാൽ സെയിം ആണ് ഇവിടെ കേട്ടോ. എങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വെച്ചു. അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പി ഡി എഫിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഏത് റേഞ്ചിൽ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ റേഞ്ചിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ റേഞ്ച് എന്താണ്? 1/4 to 1/2. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണു. ഇൻ്റഗ്രൽ 1/4 to 1/2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/4 അല്ലേ, 1/4 to 1/2 എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 2x ഡി എക്സ്. 2നെ പുറത്തേക്ക് വയ്ക്കാം. എക്സിനെ മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരുന്നു? x²/2. എക്സിന് കൊടുക്കേണ്ട റേഞ്ചാണ് 1/4 to 1/2. ഈ രണ്ടും ക്യാൻസലായിപ്പോയി അല്ലേ. അപ്പോൾ x² മാത്രമേ ഉള്ളൂ. x²ന് അതിൻ്റെ x²ത്തെ എക്സിന് അപ്പർ ലിമിറ്റായ 1/2 കൊടുക്കുന്നു. അപ്പോൾ 1/2² മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു 1/4². അപ്പോൾ എന്താ വരിക? 1/4 മൈനസ് 1/16. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 16 മൈനസ് 4 ഡിവൈഡഡ് ബൈ 64. ദിസ് ഈസ് 12 ഡിവൈഡഡ് ബൈ 64 ഓർ ദിസ് ഈസ് 3/16. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ.